ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നോമ്പ് പിതാവിന്റെ ഭവനത്തിലേക്കുള്ള മടങ്ങിവരവാണ്. പാപം മൂലം മനുഷ്യനിലേക്ക് മരണം കടന്നു. പാപത്തിന്റെ ശമ്പളം മരണമെന്ന് വേദപുസ്തകത്തിന്റെ പഴയ നിയമത്താളുകൾ നമ്മെ പഠിപ്പിക്കുന്നു. കൽപ്പറ്റയുടെ ഭാഷയിൽ മരണബോധ്യമുള്ള മനുഷ്യനായി തീരുക. മരണബോധ്യമുള്ള മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, പാപത്തിൽ നിന്നും അകന്ന് ജീവിക്കും. രണ്ട്, ദൈവത്തോട് കൂടുതൽ അടുക്കും. ഇതാണ് നോമ്പിലും നമുക്ക് ആവശ്യം. വേദവാക്യം 1 യോഹന്നാൻ 1:9. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പുനരുദ്ധരിക്കപ്പെടുവാനും പുതുതാക്കപ്പെടുവാനുമുള്ള ആഹ്വാനം. പാപം ക്രിസ്തുവിൽ നിന്നും ക്രിസ്തുവിനുള്ള ജീവിതത്തിൽ നിന്നും നമ്മെ അകറ്റുന്നു. മുടിയനായ പുത്രൻ പുനരുദ്ധരിക്കപ്പെടണമെന്ന ബോധ്യവുമായാണ് പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നത്. പിതാവിന്റെ ഭവനത്തിൽ നിന്നും പുത്രൻ ഇറങ്ങുവാനുള്ള കാരണം അവന്റെ ഉള്ളിലുണ്ടായിരുന്ന അസമത്വം, സ്വാതന്ത്ര്യം വേണമെന്നുള്ള അവന്റെ ചിന്ത. ഇന്നിന്റെ തലമുറ നോക്കുമ്പോൾ ഭവനങ്ങളിൽ അസമത്വം തോന്നിത്തുടങ്ങി. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാതാപിതാക്കളെ മറുതലിച്ച് ഇഷ്ടമുള്ള വഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അവസാനം ലഹരികൾക്ക് അടിമപ്പെട്ട് അതിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ പോകുന്നു. ഇന്ന് മാധ്യമലോകം ഇത് വാർത്തയാക്കുകയും ചെയ്യുന്നു. മുടിയനായ പുത്രനെ പോലെ പുനരുദ്ധരിക്കപ്പെടണമെന്ന ബോധ്യം, ആ ബോധ്യത്തിൽ നിന്നും മാനസാന്തരത്തിലൂടെ, പശ്ചാത്താപത്തിലൂടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവാകുന്ന നമ്മുടെ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആയതിനാൽ ഒരു ആത്മപരിശോധന ഈ നോമ്പിൽ നമുക്ക് ആവശ്യമാണ്. നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം നാം ദുരുപയോഗം ചെയ്യുന്നുണ്ടോ? ക്രിസ്തു ഭവനത്തിൽ നമുക്ക് അസമത്വമുണ്ടോ? ക്രിസ്തുവിൽ നിന്നും നാം അകലുന്നുണ്ടോ? ആത്മാർത്ഥമായാണോ നാം പ്രാർത്ഥിക്കുന്നത്? അതോ വാക്കുകൾ കൊണ്ടാണോ? താഴ്മയോടാണോ നാം നോമ്പ് നോക്കുന്നത്? അതോ അഹങ്കാരത്തോടാണോ? നോമ്പ് ശുദ്ധീകരണത്തിന്റെ സമയമാണ്. ശുദ്ധീകരണം എന്നാൽ ഉള്ളിലേക്ക് നോക്കുക. സുഭാഷ് ചന്ദ്രന്റെ ഭാഷയിൽ ഉള്ളിലേക്ക് നോക്കുവാൻ ഭയമാണ്. ഞാൻ ഉള്ളിലേക്ക് നോക്കുന്നു, നുരയുന്ന മാലിന്യങ്ങൾ മാത്രം കാണുന്നു. കാമത്തോടൊപ്പം പല നിറങ്ങളിലുള്ള ആസക്തികൾ, പരതിജ്ഞ, കുശുമ്പ്, കാതലില്ലായ്മ, അജ്ഞത, ഊച്ചാളിത്തരം, ഇരുട്ട് എല്ലാം കടന്ന് ലാവ് പോലെ നുരഞ്ഞു തിളയ്ക്കുന്നത് കാണും. ദൈവം